ഹായ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. കറി ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, കാരണം ഇന്നലെ കടല വെള്ളത്തിലിടാൻ മറന്നുപോയി. പിന്നെ അങ്ങ് ഉണ്ടാക്കാൻ മടിയായേ. അങ്ങനെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ പുട്ടും പഴവും വെച്ചങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ മീൻ കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് അത് വഴറ്റാൻ വേണ്ടി ഞാനങ്ങ് ചട്ടിയിലേക്ക് മാറ്റി. ആ സമയത്ത് തന്നെ നമുക്കൊരു തോരൻ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ തോരൻ 2 കുഞ്ഞും പാവയ്ക്ക നമ്മുടെ മുറ്റത്തുണ്ടായതാണ്. അപ്പോൾ അതും ഇങ്ങ് പറിച്ചെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചേ. വലിയ കയ്പൊന്നും ഇല്ലാതെ നല്ല അടിപൊളി പാവയ്ക്ക തോരൻ വെക്കുന്ന റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇവിടെ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കണ്ടു നോക്കേ. അങ്ങനെ പാവയ്ക്ക അരിയുന്നതിൻ്റെ ഒപ്പം നമ്മുടെ മീൻ കറിക്ക് വേണ്ടി സബോളയൊക്കെ ഇവിടെ വഴറ്റിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ സബോളയൊക്കെ വഴന്നു വന്നപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്കത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ കറി ഇന്ന് നമ്മൾ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ നല്ലോണം ചാറ് വേണം. അതുകൊണ്ട് അരച്ച് വെക്കുമ്പോൾ ചാറിന് നല്ല കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മീൻ കറി മാറ്റി വെച്ച് പിന്നെ നമുക്ക് കുറച്ച് മീൻ വറക്കാനുണ്ടായിരുന്നു. അങ്ങനെ മീൻ വറക്കാനായിട്ട് അരപ്പെല്ലാം തിരുമ്മി 2-3 കഷ്ണം വറുത്തു. ഞാനും അമ്മായി മാത്രമേ ഇവിടെ മീൻ കൂട്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾക്കുള്ളത് വറുത്ത് ബാക്കി ഫ്രിഡ്ജിലേക്കും വെച്ചു. പിന്നെ അപ്പം ഉച്ചയ്ക്ക് നമുക്ക് അപ്പം മീൻ കറിയും അതുപോലെ തന്നെ പാവയ്ക്കത്തോരനും സലാഡും ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇത്തിരി കപ്പ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് നല്ല അടിപൊളി കപ്പ പുഴുക്കും അതുപോലെ തന്നെ മീൻ കറിയായിരുന്നു വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ആയിരുന്നേ.